ഓക്കെ. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്രത്തോളം സ്റ്റാഫ്സും ഉണ്ടാവും എന്നറിയാം. എന്നാലും ഇത് 2011 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ എത്ര സ്റ്റാഫിൽ എത്തി നിൽക്കുന്നു? അത് 2011 നമ്മളിത് കമ്പനി ഇത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ 3 പേരാണ് കമ്പനിയിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഞാനും കൂടി ജോയിൻ ചെയ്തപ്പോൾ 4 ആയി. അപ്പോൾ 2011 കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സമയങ്ങളിലും സ്റ്റാഫ് അഡീഷൻസ് അതാത് സമയങ്ങളിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2024 നമ്മളിപ്പോൾ 850+ ആൾമോസ്റ്റ് ഒരു 1000-നടുത്തുള്ള ഓൺ റോളും ഓഫ് റോളും ആയിട്ടുള്ള സ്റ്റാഫുകൾ 1000-നടുത്ത് സ്റ്റാഫുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11,000+ ആക്റ്റീവ് ക്ലയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞ 2011 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അബാദ് ഗ്രൂപ്പിന് തന്നെയാണ് കൂടുതൽ കൊടുത്തത്. പിന്നെ താജിലേക്കൊക്കെ ആ ഒരു പ്രീമിയം സെക്ടറിലേക്ക് പോയി എന്ന് പറഞ്ഞു. അത് കൂടാതെ ഏറ്റവും വലിയ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയിൽ ഒരു ഓർഡർ വന്നത് എപ്പോഴായിരുന്നു നമ്മുടെ അബാദ് ഫുഡ്സിന്? അത് പല ഇവൻറ്റ്സിലേക്ക് ഇപ്പോൾ ഗേലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായിരുന്നു. അത് ഈ സ്പോർട്സ് കണക്റ്റഡ് ആയിട്ട് ബാംഗ്ലൂർ വെച്ച് നടന്നൊരു ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഡെയിലി ഒരു 3,500 കിലോസ് സപ്ലൈ ആ ഒരു ഒറ്റ ഇവന്റിന് വേണ്ടി തന്നെ വേണമായിരുന്നു. ഒരു 1 വീക്കിന്റെ ഇവന്റ്. ഹ്യൂജ് വോളിയമാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ ഈ 3,000 kg എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാർ പറഞ്ഞ ഒരു ഹ്യൂജ് വോളിയം ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് എത്ര എമൗണ്ട് ആയിരിക്കും കൊടുക്കുക? അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാലം മുതലേ നമ്മൾക്ക് ഒരു മിനിമം 3 kg ഓർഡർ ഉണ്ടെങ്കിൽ ആ ഡെലിവറികൾ എവിടെയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. അത് നമ്മുടെ ഒരു റെഗുലർ ക്ലയൻസ് ആണെങ്കിൽ അവർ പലപ്പോഴും കാറ്ററിംഗ് ക്ലയൻസൊക്കെ ഓർഡർ എടുക്കുമ്പോൾ 200 കിലോ 100 കിലോ അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ഐറ്റംസ് മിസ്സാവും. അവർ ഒരു സ്ഥലത്ത് തന്നെ ഒരു സമയത്ത് തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യുന്നവരാണ് ഈ കാറ്ററിംഗ് കമ്പനികൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 3 കിലോ അല്ലെങ്കിൽ 4 കിലോ 2 കിലോ ഒക്കെ ആണെങ്കിലും ഞങ്ങൾ അത് ചിലപ്പോൾ നമ്മുടെ സെപ്പറേറ്റ് ഒരു വണ്ടി ആയിരിക്കില്ല അതിന് പോകുന്നത്. പക്ഷേ നമ്മളത് എങ്ങനെയാണെങ്കിലും ഐദർ ബൈ ട്രെയിൻ ഓർ ബൈ ബസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങോട്ട് പോകുന്ന ആളുകളിൽ എന്തായാലും ആ പ്രോഡക്റ്റ് അവിടെ എത്തിയിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ വലിയ സ്ഥാപനമാണെങ്കിൽ പോലും വെൻഡേഴ്സിൽ നിന്ന് ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും പ്രൊഡക്ട്സ് കിട്ടിയില്ല എന്നൊക്കെ വരാം. അല്ലെങ്കിൽ വെൻഡേഴ്സിനെ തന്നെ കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് സീസണൽ ആണ് ഈ സീ ഫുഡിൻ്റെ ലാൻഡിങ്. സീ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മീറ്റ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടിയ സമയങ്ങളിൽ മീറ്റ് പ്രോഡക്റ്റിന് ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ കമ്പനി എപ്പോഴും ഈ ഫ്രോസൺ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2 year ആണ്. അപ്പോൾ 2 year എന്ന് ഞങ്ങളുടെയൊക്കെ പ്രോഡക്റ്റുകൾ ഒരു 4 മാസം 5 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് കഴിയുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു 2.5 മന്തിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം അബാദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വലിയൊരു ബാക്കപ്പ് കൊണ്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്ത് ഈ എന്തെങ്കിലും മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രീപ്ലാൻ ചെയ്ത് പ്രൊക്യൂർമെൻറ്റ് കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്തത് സീ ഫുഡ് ലാൻഡിങ്ങാണ്. അപ്പോൾ അത് കടലിൽ ഫിഷിങ്ങിന് പോകുന്നവർക്ക് ഏത് മീൻ കിട്ടും എന്ത് കിട്ടും എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ആ സമയങ്ങളിലേക്ക് വേണ്ടി ഇപ്പോൾ പോംഫ്രെറ്റ് വൈറ്റ് പോംഫ്രെറ്റ് പോലെയുള്ളതൊക്കെ ശരിക്കും 3-4 മാസങ്ങളെ ഒരു ഇയറിലെ ആകെ ക്യാച്ചുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള ഷോർട്ടേജസ് ഈ ഫിഷിങ്ങിൽ വരുന്ന ഇത് വരാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓൾമോസ്റ്റ് 90% സ്റ്റോക്കും ഞങ്ങൾ എൻഷുർ ചെയ്യാറുണ്ട്. സർ, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ച അബാദ് ഫുഡ്സിൻ്റെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ പോലും മാർക്കറ്റിങ്ങിൽ ഒരു ഫണ്ട് അവർ മാറ്റി വെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും കോൺസെൻട്രേഷൻ അവർ അതിൽ കൊടുക്കും. അപ്പോൾ അബാദ് ഫുഡ്സ് മാർക്കറ്റിംഗ് പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. അബാദ് ഫുഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു 12 ഇയറിൻ്റെ ഒരു ജേണിയിൽ ഞങ്ങൾ ഏറ്റവും കുറവ് ഫണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് മാർക്കറ്റിംഗ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ബിസിനസ് കൂടുതലും റെഫറൻസ് വഴിയും ഒരു മൗത്ത് പബ്ലിസിറ്റി വഴിയും ആ പ്രോഡക്റ്റ് ക്വാളിറ്റിയും പിന്നെ പറഞ്ഞ സമയത്ത് പറയുന്ന വോളിയം അതേ ക്വാളിറ്റിയിൽ എത്തിച്ചു തരുമെന്നുള്ളൊരു ഗ്യാരണ്ടി അത് ഞങ്ങളുടെ ഒരു സർവീസ് ലെവൽ കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. കമ്പനിയുടെ ഒരു ഗുഡ് വില്ലും ക്വാളിറ്റി പ്ലസ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിച്ചു തരുമെന്നുള്ളൊരു ഗ്യാരണ്ടി. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് സപ്പോർട്ട്. കൂടാതെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇറയാണ്, അതനുസരിച്ച് കാര്യങ്ങൾ നമ്മളും കുറേ ചെയ്തു പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ,
യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അബാദ് ഫുഡ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ റീറ്റെയിൽ ഡിവിഷൻസ് ബ്രില്ലാർ, സീസ്പാർക്കിൽ ഇവരെല്ലാവരും ഈ കാര്യങ്ങളിലെല്ലാം ആക്റ്റീവാണ്. പക്ഷേ ട്രൂലി നമ്മൾ വലിയൊരു ഫണ്ടൊന്നും മാർക്കറ്റിങ്ങിന് വേണ്ടി ഇതുവരെ ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ ബിസിനസ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. കാറ്ററിംഗ് അസോസിയേഷൻസ് ഉണ്ട് കേരളയിൽ, അതുപോലെ തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നുണ്ട്. അവരുടെ എല്ലാ ഇവൻറ്റ്സ്, സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ ഉണ്ട്, ഇവരുടെ ഇവൻറ്റുകളിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ഒരു മാർക്കറ്റിംഗ് അവരുടെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ആ ഒരു ഫണ്ടിൻ്റെ ഒരു ഷെയർ ഞങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ സ്റ്റാളും സാമ്പിളിങ്ങും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ആക്റ്റീവായിട്ട് അതൊരു ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അസോസിയേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഹാൻഡ് ഷെയറിംഗ് ആണ്, അത് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറയുന്ന ഡിജിറ്റലിലാണ് കൂടുതലും മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് തന്നെ റീഫർ വെഹിക്കിൾസ് തന്നെ 70+ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു വെഹിക്കിൾ ബ്രാൻഡിങ് ഞങ്ങൾ ചെയ്യാറുണ്ട്. അതൊരു മൂവിങ് ഹോർഡിംഗ് ആണ്. ഓൾ കേരള എല്ലായിടത്തും സപ്ലൈ പോകുന്ന സ്ഥലങ്ങളാണ്. നാഗർകോവിൽ മുതൽ നമ്മൾ അവിടെ കാസർഗോഡ് മംഗലാപുരം വരെ ഓടുന്നതാണ്. പിന്നെ എല്ലാ ബ്രാഞ്ചിലും ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ഇതുപോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഞങ്ങൾക്ക് വലിയ ഒരു അഡ്വാൻറ്റേജ് മാർക്കറ്റിങ്ങിൽ തരുന്നുണ്ട്. പലപ്പോഴും മൂന്നാറിലൊക്കെ സപ്ലൈ പോകുമ്പോൾ ഹിൽ ഏരിയയിൽ അല്ലെങ്കിൽ റിമോട്ട് ഏരിയകളിലൊക്കെ ഈ ഫോറിനേഴ്സ് ഞങ്ങളുടെ ഫിഷിൻ്റെ ഹോർഡിങ് കണ്ടിട്ട് കൈ കാണിച്ച് വണ്ടി നിർത്തിയ കഥകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഫിഷ് അവിടെ കിട്ടും, അതിൽ ഫിഷ് കിട്ടുന്ന വണ്ടിയാണ്, ഫിഷ് സെയിലുള്ളതാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളെല്ലാം പ്രീ ബിൽഡ് സംഭവം പറയാമോ? അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയൊരു സീർഫിഷിൻ്റെ വലിയൊരു ഇമേജാണ്, ജൈജാൻറ്റിക് ഇമേജാണ് അതിൽ ഒരു ഹോർഡിങ്ങിൽ വണ്ടിയുടെ ബ്രാൻഡിങ് ആയിട്ട് സൈഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഫിഷിൻ്റെ പടം കണ്ടപ്പോൾ ഇത് ഫിഷിൻ്റെ വണ്ടിയാണെന്ന് അവർക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ അവർ കൈ കാണിച്ചിട്ട് ഇതിൽ ഫിഷ് സെയിൽ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയാണ് അവർ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയാണ് നിർത്തിയത്. പക്ഷേ നമ്മളെല്ലാം അഡ്വാൻസ് ഓർഡർ എടുത്തിട്ട് ബില്ല് ചെയ്ത് ബാക്കിയെല്ലാ ടാക്സിൻ്റെയും മറ്റു കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഒരു വാൻ സെയിൽ നമുക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ബ്രാൻഡിങ് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പിന്നെ മേജറായിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ആളുകൾ റെഫർ ചെയ്യുന്ന ഒരു കാറ്ററിങ്, നമ്മൾക്ക് ചാലക്കുടിയിലുള്ള ഒരു കാറ്ററിങ് ക്ലയൻറ്റ് ഇപ്പോഴും നമ്മുടെ ഒരു പ്രീമിയം കാറ്റററാണ്. അദ്ദേഹം റെഫർ ചെയ്ത് തന്നെ 100 കൂടുതൽ കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റിയുടെ ഗ്യാരണ്ടിയിൽ. ഓക്കെ, അതൊക്കെ മൗത്ത് പബ്ലിസിറ്റി വഴി വന്നേക്കുന്നതാണ്. അപ്പം മാർക്കറ്റിംഗിലേക്ക് അധികം ഒന്നും പോകേണ്ടി വന്നിട്ടില്ല. തീർച്ചയായിട്ടും മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ ഒന്നിലേക്ക് അധികം പോകാതെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നാടോടുമ്പോൾ അതിൻ്റെ ഒപ്പം ഓടുന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതുകൂടാണ്ട് ഞങ്ങളുടെ റീറ്റെയിൽ ഡിവിഷൻ ബ്രില്ലാർ, സീസ്പാർക്കിൽ അവരും അതിൻ്റെ പ്രീമിയം പ്രസൻറ്റേഷൻ പ്ലസ് പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്നാണെങ്കിലും പല ബ്രാൻഡുകളും വരാറുണ്ട്. വലിയ നാഷണൽ ബ്രാൻഡുകൾ പലതും വന്നാൽ പോലും ഞങ്ങൾ ആ ഒരു സ്പേസ്, നമ്മുടെ ഒരു സർവീസ് നമ്മൾ കൃത്യമാണ്. ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ അത് സപ്ലൈ ചെയ്തിരിക്കും, അത് കേരളത്തിലെവിടെയാണെങ്കിലും. അങ്ങനെയുള്ള സർവീസ് ലെവൽ പ്ലസ് ക്വാളിറ്റി, ഇത് രണ്ടും. പിന്നെ നമ്മുടെ സ്റ്റാഫ് കൺസിസ്റ്റൻ്റ് കണ്ടിന്യൂറ്റി ഉള്ള സ്റ്റാഫുകളാണ്. അപ്പോൾ അവരും നമ്മളുടെ ക്ലയൻസും കസ്റ്റമേഴ്സും ആയിട്ടുള്ള ആ ഒരു റിലേഷൻ, ആ ഒരു റാപ്പോ നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഞങ്ങൾക്കത് കമ്പനിയുടെ ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു മാർക്കറ്റിങ്ങിനേക്കാളും കൂടുതലായിട്ട് കമ്പനിയുടെ ഒരു ഗ്രോത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് സർവീസും ടൈമും ക്വാളിറ്റിയും സ്റ്റാഫിൻ്റെ ആ ഒരു ഇടപെടലും അങ്ങനെ എല്ലാം കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട് മാർക്കറ്റിങ്ങിലേക്ക് അത്ര അധികം പോകേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് അബാദ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ഗുഡ് വില്ലിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ്. ഓക്കെ,